ഈ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ക്രൈഫിഷുകളെ കുറിച്ചിട്ടുള്ളൊരു കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഉത്സവങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ആഘോഷങ്ങളും പള്ളിപ്പെരുന്നാളുകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ ശ്രദ്ധയിലധികം ചെല്ലാറില്ല. കാരണം നമ്മളിപ്പോഴും വലിയ വലിയ ആഘോഷങ്ങളും വലിയ വലിയ ഉത്സവങ്ങളും അതിൻ്റെയൊക്കെ പിന്നാലെയുള്ള പോക്കുകളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ശ്രദ്ധ ചെല്ലാറുണ്ട്, നമ്മളതിലൊക്കെ പങ്കുചേരാറുണ്ട്. അപ്പോൾ അറിയപ്പെടാതെ പോകുന്ന നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളും ആ ആഘോഷങ്ങളുടെ പിന്നിലുള്ള അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരുനാളുകളും ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കഥകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നില്ല. എന്തിനാണ് അതങ്ങനെ ആചരിക്കുന്നത്, എന്തിൻ്റെ ഭാഗമായിട്ടാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുമില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമില്ല. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാഴ്ച ഞങ്ങളുടെ ഈ മാള എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണമാണ്. ജലപാതകളാലും അല്ലെങ്കിൽ ജല കച്ചവടങ്ങളാലും അല്ലെങ്കിൽ ഒരു പുഴയോര മേഖലയൊക്കെയാണ്. ജലഗതാഗതങ്ങളും അതുപോലെ തന്നെ ജലമാർഗമുള്ള പണ്ട് കാലത്ത് ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ മാള. അപ്പോൾ ഈ പുഴയുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും അതുപോലുള്ള വ്യാപാരങ്ങളുമൊക്കെ ആയിട്ടാണ് പഴയ ഒരു കാല മാളയുടെ ചരിത്രം ഉറങ്ങുന്നത്. ഒരു 5-10-15 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഈ പുഴയോര മേഖലകളൊക്കെ തന്നെയാണ് മാളയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പുഴയും അല്ലെങ്കിൽ പുഴയോര മേഖലയും അല്ലെങ്കിൽ പുഴകളുമായിട്ടുള്ള ഒരു ഉപജീവന മാർഗ്ഗം കണ്ടെത്തിയിരുന്നൊരു ചരിത്രമാണ് മാളയ്ക്ക് പണ്ട് കാലം മുതലുള്ളത്. അപ്പോൾ ആ മാളയിൽ തന്നെ തനതായിട്ടുള്ള കുറേ സമുദായങ്ങളുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്, ഉത്സവങ്ങളും ആചാരങ്ങളും. അപ്പോൾ അങ്ങനെ ഒരു പുഴയോര മേഖലയിൽ ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം നടത്തുന്ന ഒരു ചെറിയൊരു ഉത്സവം. അപ്പോൾ ഞാൻ മാളയിലാണ് ജനിച്ചു വളർന്നത്. മാളയിൽ നെയ്തുക്കുടിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അമ്മ വീടൊക്കെ അവിടെ ആയതിൻ്റെ പേരിൽ ജനിച്ചു വളർന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ മാളയുമായിട്ട് നമുക്കൊരു ബന്ധമാണ്. അപ്പോൾ അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഉത്സവം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗക്കാർ നടത്തുന്ന ഒരു ചെറിയൊരു ഉത്സവമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മാറി ഇവിടെ കുഴിക്കാട്ടിശ്ശേരിയിൽ വന്ന് താമസമാക്കി. പിന്നീട് ആ ഉത്സവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഈ മാള വഴി പൊയ്യ കൃഷ്ണകോട്ട അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാനിടയായി കഴിഞ്ഞു. പൊയ്യ എന്ന് പറയുന്ന വേറൊരു പ്രദേശത്ത്, അതായത് മാളയോട് ചേർന്ന് നിൽക്കുന്ന മാളയുടെ പ്രാന്തപ്രദേശങ്ങളിൽപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പൊയ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ പൊയ്യയിൽ ഞാനിങ്ങനെ ഒരു ഉത്സവം കാണാനായിട്ട് ഇടയുണ്ടായിരുന്നു. അപ്പോൾ ആ ഉത്സവം കണ്ടപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലായി, അത് ഇന്ന ഉത്സവമാണ് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ കൊച്ചിലെ ആ ഉത്സവം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഉത്സവം മനസ്സിലാക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന്. അപ്പോൾ ഉത്സവം മനസ്സിലാക്കാനല്ല, ഓരോ ഉത്സവങ്ങൾക്കും അതിൻ്റേതായ ഒരു ആചാരങ്ങളുണ്ട്. അത് എന്തിനെ പ്രതിനിധീകരിച്ച് നടത്തുന്നതാണ് എന്നൊക്കെ നമുക്ക് ഓരോ ഉത്സവങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. കാരണം അതിലുപയോഗിക്കുന്ന അവരുടെ പ്രതിഷ്ഠയാകാം, അല്ലെങ്കിൽ അതിൽ വരുന്ന ആനകളാവാം. ഓരോ ഉത്സവത്തിന് ആനകളായിരിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ദേവൻ്റെയോ ദേവിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനികളാണെങ്കിൽ ഓരോ വിശുദ്ധരുടെയോ ഒക്കെ ഉള്ള രൂപങ്ങളോ ഒക്കെ ആയിരിക്കാം ഓരോ ഉത്സവങ്ങളെയും പെരുന്നാളുകളെയും വ്യത്യസ്തമാക്കി നിർത്തുന്നതും. അവിടെയുള്ളവർക്കോ അല്ലെങ്കിൽ പുറമേ നിന്ന് ഇത് ആദ്യമേ കണ്ടുപോയവർക്കൊക്കെ അത് ഇന്ന ഉത്സവമാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതും അവർ ഉപയോഗിക്കുന്ന ആ പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ ആ രൂപങ്ങൾ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ഉത്സവം ഇത് എനിക്ക് മനസ്സിലാവാൻ കാരണം ഈ ചെറിയൊരു ഉത്സവത്തിൽ എപ്പോഴും പ്രധാനപ്പെട്ടൊരു ഭാഗം വഹിക്കുന്നത് ഒരു വഞ്ചിയാണ്. അപ്പോൾ വഞ്ചി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പുഴയും പുഴയോര മേഖലയൊക്കെ ആയിട്ട് അത്യാവശ്യം ബന്ധം ഈ ഉത്സവത്തിന് കാണുമെന്ന് ചിന്തിച്ചേക്കും. പക്ഷേ പുറമേ നിന്ന് കാണുന്നവർക്ക് ഇതെന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ആ വഞ്ചിയാണ് പ്രധാന ഘടകം ഈ ഉത്സവത്തിന് വരുന്നത് കൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് ഇന്ന ഉത്സവമാണെന്ന് മനസ്സിലാവാൻ കാരണം. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഷൂട്ട് ചെയ്യേണ്ടായിരുന്നു. അപ്പോഴാണ് അന്നേരമാണ് എനിക്ക് മനസ്സിലായത് പൊയ്യ ഭാഗത്തും ഈ ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ ഈ ഒരു സമുദായത്തിൽപ്പെട്ടവർ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അവർ ഈ ഒരു ഉത്സവം അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അന്ന് ആ ഇത് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്കും അതൊരു അനുഭവമായിരുന്നു. ഞാൻ ഇറങ്ങി കുറച്ച് വീഡിയോകളൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അതിൽ നിന്ന് പകർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അറിയാവുന്നവർക്ക് മനസ്സിലാവുമായിരിക്കാം ഇത് എന്താണ് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഒരു പ്രധാന അവരുടെ ഉത്സവത്തിൻ്റെ ഘടകമായിട്ടുള്ള വഞ്ചി. അപ്പോൾ ആ വഞ്ചിയും ഇങ്ങനെ കുറച്ച് പേര് തോളത്തും അതുപോലെ തന്നെ അവർ
കൈകളിലൊക്കെ പിടിച്ചുകൊണ്ട് പല പല സ്റ്റെപ്പുകളൊക്കെ ഇട്ട് അതിന് താളത്തിനൊത്ത് ചുവടുകളൊക്കെ വെച്ച് അവരുടെ രീതിയിലുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ആഘോഷമായിട്ട് വരുന്ന ഒരു ഉത്സവമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനെ മഞ്ഞക്കുളി എന്നാണ് ഇവിടെ പറയുന്നത്, മഞ്ഞക്കുളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് ഈ മഞ്ഞക്കുളി നടത്തുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു അറിവേ നമുക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഉത്സവം നടക്കുന്നത് കണ്ടത് പൊയ്യയിലാണെന്നുണ്ടെങ്കിലും അവിടെ എനിക്ക് സുഹൃത്തുക്കളില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ പഴയ സ്ഥലമായിട്ടുള്ള നെയ്തുകുടിയിലുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് ഞാൻ ഈ മഞ്ഞക്കുളിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡീറ്റെയിലാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളറിയാവുന്നവരത് കമൻ്റായിട്ട് അറിയിക്കുക. നമുക്കിതിനെക്കുറിച്ചിട്ടുള്ളൊരു അറിവുകളൊന്നും അത്രത്തോളം ഇല്ല, നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടുള്ളൊരു അറിവുകളാണ്. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് മഞ്ഞക്കുളിയുടെയൊക്കെ ഭാഗങ്ങളായിട്ട് പങ്കെടുക്കുന്നവരാണ് നമ്മുടെ ആ സുഹൃത്തുക്കൾ. അപ്പോൾ അവർ പറഞ്ഞു തന്നത് നെയ്തുകുടിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അവിടുത്തെ അമ്പലത്തിലും ഈ മഞ്ഞക്കുളി നടക്കുമ്പോൾ അവിടുത്തെ കഥകളാണ് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ പൊയ്യയിലായാലും ഇവരൊക്കെ ഒരേ സമുദായത്തിലുള്ളവരായതിൻ്റെ പേരിലും അവിടുത്തെ രീതികളും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഒരുപോലെ തന്നെ ആവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മഞ്ഞക്കുളി എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ഈ വഞ്ചി ഒരു പ്രധാന ഘടകം എന്നതുപോലെ തന്നെ ഈ മഞ്ഞക്കുളിയിൽ ആ പേര് പോലെ തന്നെ മഞ്ഞൾ കുളിയിൽ മഞ്ഞളൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ മഞ്ഞൾ ആണ് അവിടുത്തെ ഒരു തീർത്ഥജലമായിട്ടും അല്ലെങ്കിൽ ഒരു പ്രസാദമായിട്ടൊക്കെ അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ മഞ്ഞൾ എന്ന് പറഞ്ഞത് പല കാരണങ്ങൾക്കും പ്രതിവിധിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ പച്ചമഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾ എന്നൊക്കെ പറയുന്നത്, മഞ്ഞപ്പൊടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും വേനൽക്കാല രോഗങ്ങളോ അല്ലെങ്കിൽ വല്ല പകർച്ചവ്യാധികളോ അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി കിട്ടാനും അതുപോലെ തന്നെ വർഷമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ വേനൽ സമയത്താണ് ഈ മഞ്ഞൾക്കുളി സാധാരണ നടന്നു വരുന്നത് കണ്ടേക്കണേ. അപ്പോൾ ആ വർഷമൊക്കെ കഴിഞ്ഞ് നല്ലൊരു വേനൽക്കാലത്തിലൂടെ എന്താ പറയുക എല്ലാവർക്കും ജോലി ചെയ്യാനും ഒരു വരുമാന മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു തുടക്കം ആവാനൊക്കെ ആയിരിക്കാം ആ സമയങ്ങളിൽ അത് ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഒരു വരുമാന മാർഗ്ഗം കൂടി അല്ലെങ്കിൽ പുഴയോര മേഖലകളായതിൻ്റെ പേരിലൊക്കെ പൂർവികർ അന്ന് തുടങ്ങി വെച്ച ആചാരങ്ങളിലൊരു ഭാഗമായതായിരിക്കാം ഈ പറഞ്ഞ ഈ വഞ്ചിയും അതിൻ്റെ ഒരു ഭാഗമെന്ന് വന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യങ്ങളിൽ പെടുന്ന നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കഥകൾ അതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ചടങ്ങുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് പ്രധാനമായിട്ടൊരു അമ്പലം ഉണ്ടാവും. അപ്പോൾ ആ അമ്പലത്തിൽ ഈ പറഞ്ഞ വഞ്ചി, അതായത് ഈ വഞ്ചിയും ഒക്കെ തോളിലേറ്റി വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടി പാട്ടൊക്കെ പാടി ആ വഞ്ചിയും തോളിലേറ്റി ഈ രടികളൊക്കെ പാടി പ്രദക്ഷിണമായിട്ട് അവർ ആ പ്രധാന അമ്പലത്തിൽ നിന്ന് വരികയാണ്. അപ്പോൾ പ്രധാന അമ്പലത്തിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഈ ചടങ്ങിൻ്റെ മുഖ്യ ഭാഗങ്ങൾ നടക്കുന്ന മറ്റൊരു അമ്പലമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമോ ഉണ്ടാവും. അപ്പോൾ നെയ്തുകുടിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ആലിങ്ങച്ചിറയാണ് എന്ന് പറയാം, ആലിങ്ങച്ചിറ എന്ന് പറയാം. ആ പ്രധാന അമ്പലത്തിൽ നിന്ന് വരുന്ന പ്രദർശനം ഈ ആലിങ്ങച്ചിറയിലാണ് അവസാനിപ്പിക്കുന്നത്. ആലിങ്ങച്ചിറയിൽ നമ്മൾ അവിടെ ഒരു ചെറിയൊരു തോടും പുഴയൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ആലിങ്ങച്ചിറ. അപ്പോൾ അവിടെയാണ് ഈ ഉത്സവം അവസാനിപ്പിക്കുന്നത് നെയ്തുകുടിയിൽ. ആ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രധാന അമ്പലത്തിൽ നിന്നും ഈ അകമ്പടികളോട് കൂടി വഞ്ചിയൊക്കെ തോളിലേറ്റി കുറച്ച് പേര് ഇങ്ങനെ ഈരടികളൊക്കെ വെച്ച് അവരും പാടി താളമൊക്കെ പിടിച്ച് ഈ ആലിങ്ങച്ചിറ അല്ലെങ്കിൽ ഈ അവസാനിപ്പിക്കുന്ന ഈ അമ്പലത്തിലേക്ക് എത്തും. അവിടെ എത്തിയതിന് ശേഷം വാദ്യമേളങ്ങളൊക്കെ അവിടെ നടക്കുകയുണ്ടാവും. പിന്നീട് ഈ വഞ്ചി തോളത്ത് ചുമന്നുകൊണ്ട് വരുന്നവർ ഓടാനുള്ളവരെന്ന് പറയാം. അപ്പോൾ അവർ കുറച്ച് പേരുണ്ടാവും. ആരൊക്കെ ഓടാൻ മീൻസ് അതായത് ഈ അമ്പലത്തിൽ കൊണ്ടുവച്ചതിന് ശേഷം തിരിച്ച് ആരംഭിച്ച അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിനുള്ള ആരോഗ്യസ്ഥിതിയും തിരിച്ചങ്ങോട്ട് പോയി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരണം. അപ്പോൾ അതിനുള്ളവരൊക്കെ ഈ അമ്പലത്തിൽ വഞ്ചി സമർപ്പിച്ചതിന് ശേഷം തിരിച്ച് പ്രധാന അമ്പലത്തിലേക്ക് ഇവർ നടന്നു പോകും. അങ്ങനെ പ്രധാന അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ കാർമ്മികൻ അല്ലെങ്കിൽ പൂജാരി അവർക്ക് പ്രസാദമായിട്ട് മഞ്ഞളാണ് കൊടുക്കുന്നത്. ആ മഞ്ഞളെല്ലാം അവർ ദേഹത്ത് പൂശുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് അവർ തിരിച്ച് ഈ വഞ്ചി സമർപ്പിച്ച അമ്പലത്തിലേക്ക് വരുന്ന ചടങ്ങാണ്. അപ്പോൾ ആ വരുന്ന വഴികളിൽ എല്ലാ വീടുകളിലും മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് പറയാം. അപ്പോൾ ഈ മഞ്ഞൾ
മഞ്ഞൾ വെള്ളം പാത്രങ്ങളിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കാം ഓരോ വീടുകളിലും കലക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ പകർച്ചവ്യാധികളിൽ നിന്നുള്ള മുക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇനി എന്താ പറയുക, വേനൽക്കാലം നല്ല ജോലി സാധ്യതകളും അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗങ്ങളൊക്കെ ആവാനുള്ള സാധ്യതകൾ കണക്ക് കൂട്ടിയിട്ടായിരിക്കാം. വർഷം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാവാം എല്ലാ വീടുകളിലും ഒരു നേർച്ച എന്ന വണ്ണമാണ് ഈ പറഞ്ഞ പോലെ മഞ്ഞൾ വെള്ളം കലക്കി വയ്ക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിരിക്കുന്ന ഈ പാത്രങ്ങളിൽ നിന്നും ഈ അമ്പലത്തിൽ നിന്നും പ്രസാദം മഞ്ഞളായിട്ട് മേത്തൊക്കെ പൂശി വരുന്ന ഈ ഓടാനായിട്ട് പോകുന്നു എന്ന് പറയുന്നവർ തിരിച്ചു വരുമ്പോൾ ഓരോ വീടുകളിലെയും ഉമ്മറത്തിരിക്കുന്ന ഈ വെള്ളം കോരി കുളിക്കുക മീൻസ് ആ വെള്ളം എടുത്ത് നമ്മൾ മേത്തുകൂടി ഒഴിക്കും. അതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ പാത്രങ്ങളിലെല്ലാം ഓരോ തേങ്ങ ഉണ്ടാവുമെന്ന് പറയാം. അത് ആരാണോ കുളിക്കുമ്പോൾ തേങ്ങ കിട്ടുന്നത് അവരത് കയ്യിൽ പിടിച്ചു വരികയും അതുപോലെ തന്നെ ഈ അവസാനിപ്പിച്ചിരിക്കുന്ന വഞ്ചി സമർപ്പിച്ചിരിക്കുന്ന അമ്പലത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും എല്ലാവരും. അപ്പോൾ ഇതിനോടകം ഇവർ തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ ഈ വഞ്ചി സമർപ്പിച്ച അമ്പലത്തിലുള്ള പൂജാരി ഈ വഞ്ചിയിൽ മഞ്ഞൾ വെള്ളം കലക്കുകയും അതുപോലെ തന്നെ ആ വെള്ളം തീർത്ഥജലമായിട്ടും അല്ലെങ്കിൽ ഈ വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകാനും കുളിക്കാനും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ലേപനം ചെയ്യാനൊക്കെ ആയിട്ട് ആ വഞ്ചിയിലുള്ള മഞ്ഞൾ വെള്ളം അവിടെയുള്ളവരെല്ലാം പകർത്തിക്കൊണ്ടുപോകും. അപ്പോൾ ഈ ഓടാനായിട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഈ വഞ്ചിയിലെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ വഞ്ചിയിൽ പൂജിച്ച് വെച്ച ഒരു തേങ്ങ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞൊരു അറിവ്. അങ്ങനെ ഈ ഓടാനായിട്ട് പോയി തിരിച്ചു വന്നവർ ഈ അമ്പലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നാളികേരമൊക്കെ ഉടയ്ക്കുന്ന കല്ലുമ്മൽ വലം വെച്ചതിന് ശേഷം അവർക്ക് ഓരോ വീടുകളിൽ നിന്നും കുളിക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള തേങ്ങ കൊണ്ടുവന്ന് ഉടച്ച് അവസാനിപ്പിക്കും. അങ്ങനെ ഈ വഞ്ചി കാലിയായിട്ടുള്ള ഈ വഞ്ചി വീണ്ടും അവർ തോളത്തേറ്റി അവർ നേരെ തൊട്ട് ഫ്രണ്ടിലുള്ള നമ്മുടെ ആലിങ്ങച്ചെറിയിൽ ഒരു തോടുണ്ട്. ആ തോട്ടിൽ ഈ തേങ്ങ വഞ്ചിയിൽ പൂജാരി പൂജിച്ച് വെച്ചിരിക്കുന്ന ഒരു തേങ്ങ ആ ചെളിയിൽ താഴ്ത്തുന്നതോട് കൂടി അന്നത്തെ ആ ചടങ്ങ് കഴിഞ്ഞു. തിരിച്ച് അവർ ആ ചെളിയിൽ ആ തേങ്ങ താഴ്ത്തി ഈ വഞ്ചിയുമായി ഈ അമ്പലത്തിൽ ചെന്ന് പിന്നീട് കൊടിയഴിക്കലും അതുപോലുള്ള ചടങ്ങുകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ആ ഒരു ഉത്സവം അവിടെ അവസാനിക്കുകയാണ്. ഇതാണ് ആ ഉത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതാണ് അതിൻ്റെ ഒരു ഐതിഹ്യവും. അതുപോലെ ഈ ഒരു രീതിയിലാണ് അവിടെ ഉത്സവം നടക്കുന്നത്. പിന്നീട് ഈ വഞ്ചി അത് ഈ ഉത്സവത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വഞ്ചിയാണ്. അപ്പോൾ അത് കാലങ്ങളായിട്ട് പൂർവികരായിട്ടൊക്കെ മേടിച്ച് വെച്ചതായിരിക്കാം. അത് തിരിച്ച് പ്രധാനപ്പെട്ട അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെക്കുന്നതോടുകൂടി അതിന് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് അത് വെക്കുന്നതോടുകൂടി അവരുടെ ആ ഒരു വർഷത്തെ ആ ഒരു മഞ്ഞൾക്കുളി എന്ന് പറയുന്ന ആ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിൻ്റെ ആ ഒരു ചെറിയൊരു ഉത്സവം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഉത്സവത്തിൻ്റെ ചെറിയൊരു കഥയും അല്ലെങ്കിൽ ആ ഉത്സവം എന്താണ് എന്നുള്ളതൊക്കെ. ഇതുപോലെ നമ്മുടെ നാട്ടുമ്പുറത്ത് ഒരുപാട് ഉത്സവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ ഉത്സവങ്ങൾ. അതിനൊക്കെ ഓരോ ചെറിയ ചെറിയ ഐതിഹ്യങ്ങളും ചെറിയ ചെറിയ കഥകളെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മളത് അറിയാതെ പോവുകയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിത് അറിവില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഇതൊന്ന് എന്താണെന്ന് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കാനിടയായപ്പോഴാണ് എനിക്ക് തന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് അറിയിക്കുക.